ഹായ് ഗായ്സ്, അപ്പം നമ്മൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലേ. അപ്പോൾ വെക്കേഷനിൽ ഒരു ദിവസം 7 ദിവസത്തിൽ ഒരു ദിവസം ഞാൻ ഫുൾ ഡേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളിത് വാതിലങ്ങ് തുറന്നിട്ടുണ്ട്. വാതിൽ തുറന്നപ്പോൾ എന്താണ് കാണുന്നത്? വേറെ ഒന്നുമല്ല, ഇത് എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത് കടലാണ്. നമ്മുടെ റൂം അങ്ങ് തുറന്ന് കഴിയുമ്പോൾ ബാക്കിൽ കാണുന്നത് കടലാട്ടോ ഫുള്ള്. അങ്ങനെ നമ്മൾ കടലൊക്കെ കണ്ടു വന്നിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പുട്ടി തന്നെയായിരുന്നു, കാരണം ഇന്നലെ ഇട്ട മേക്കപ്പ് ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കഴുകി കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുട്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത്. കുറേ സൺസ്ക്രീൻ അങ്ങോട്ട് വാരി പുരട്ടും. SPF 15+ ഉണ്ട് എൻ്റെ സൺസ്ക്രീന്. പിന്നെ 2 ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇട്ട് കുറച്ച് ലിപ് ബാമൊക്കെ വാരി അങ്ങോട്ട് തേച്ച്, പിന്നെ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് എന്താ പറയുക പൗഡറില്ലേ, ഞാൻ പൗഡർ കിക്കോൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തീർന്നുകൊണ്ട് ഞാൻ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് അങ്ങ് വരച്ചു കൊടുക്കും. ഇത്രയാണ് എൻ്റെ ബേസിക് മേക്കപ്പ്. ഇത് കൂടുതൽ ചെയ്യാൻ എനിക്കറിയത്തില്ല. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇടും. അപ്പം തന്നെ ആൾ മാറിയല്ല, ഇപ്പം നേരത്തെ കണ്ട ആളല്ലല്ലോ ഇത്. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇട്ടിട്ട് വരാം, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വാച്ചൊക്കെ കേട്ടാൽ അത് കഴിഞ്ഞ ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഗുഡ് ഗേളിൻ്റെ പെർഫ്യൂമാണ്. ഞാൻ ഒരു കാര്യം പറയാമല്ലോ, നിങ്ങൾ ആരും ഇത് വാങ്ങരുത്. ആദ്യമൊക്കെ അത് നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ വെറുതെ പൈസ കളയാന്ന് മാത്രമുള്ള ഒരു ഗുണമില്ലാത്ത പെർഫ്യൂമോ, എന്താ പറയുക, സ്മെല്ല് ലാസ്റ്റ് ചെയ്യാത്ത പെർഫ്യൂം. പിന്നെ ഞാനത് കുറേ അവിടെ ഇവിടെയൊക്കെ തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പെർഫ്യൂം അങ്ങോട്ട് പൂശിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. അത് കുപ്പി മൊത്തം എടുത്തിട്ടുള്ള സ്പേസ് ബാഗിലില്ലാത്തതുകൊണ്ട് ഞാനതൊരു കുപ്പിയിലാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആൽമണ്ട് ഓയിലായിരുന്നു പറ്റിയത്. പിന്നെ നമ്മുടെ കൊച്ചുകൂട്ടനെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിച്ചിനെ റെഡിയാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. ചിച്ചിയുടെ എല്ലാ സംഭവങ്ങളും സെറ്റാണ്. ചിച്ചി ആരും ഒന്നല്ല, നമ്മുടെ ആന്ധ്രയായിട്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ആന്ധ്ര എൻ്റെ കൊച്ചാണെന്ന്. ചിച്ചി ഞാൻ രാപ്പകൽ വ്യത്യാസമാണ്. കാര്യം ചിച്ചി എൻ്റെ വീട്ടിലാണ് ജനിച്ചെങ്കിലും ചിച്ചി ഞാനും മണപ്പുറത്ത് കണ്ട പരിചയമില്ലാത്ത വ്യക്തികളെ പോലെയാണ് ഇരിക്കുന്നത്. ചിച്ചീനെയും കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ നിന്ന് ഇവിടുന്ന് ആൾക്കാർ വന്നിട്ട് ഓ സു ക്യൂട്ട്, ഒക്കെ കരീനോ, ഒക്കെ ബ്രാവോ എന്നൊക്കെ പറഞ്ഞു എന്താണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ ഇറ്റാലിയനിൽ. ഞാനൊക്കെ ചിരിച്ചൊക്കെ കൊടുത്ത് നിന്ന് മനസ്സിലായ പോലെയൊക്കെ ആക്റ്റൊക്കെ ചെയ്ത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ ഒന്നാമത് കലബ്രേഷൻ കൂടിയാണ്, അതൊട്ടും മനസ്സിലാവില്ല. എന്നാലും ഞാൻ അവിടെ മനസ്സിലാവണ പോലെയൊക്കെ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരുടെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അവരുടെ എപ്പോഴും എന്താ പറയുക, ഈ ഒരു സംഭവം, ഈ ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള സംഭവം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചേഞ്ചില്ല. എല്ലാ മോർണിംഗും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാ മോർണിംഗും കേട്ടോ. ഇവിടെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിച്ചീനെ എടുക്കാനായിട്ട് ഇഷ്ടമാതിരി പേര് ഇവിടെ ഉണ്ട് കേട്ടോ. വഴി കൂടെ പോണവർ വരെ എടുത്തോട്ടെ എന്ന് ചോദിക്കും. പിന്നെ അവർക്കൊക്കെ ഭയങ്കര പേടിയാണ്, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്കങ്ങനെ എൻ്റെ കുട്ടീനെ എടുക്കുന്നതൊന്നും കുഴപ്പമില്ലാത്തൊരു പേഴ്സണാണ്. എന്നാൽ പിന്നെ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ അവന് വല്ല ഹെൽത്ത് ഇഷ്യൂ വന്നാലോ എന്നുള്ളൊരു പേടി മാത്രം എനിക്കുള്ളൂ കേട്ടോ. ഇത് ചിച്ചിയുടെ അപ്പൂപ്പനാട്ടോ. ഇത് അപ്പൂപ്പനാണ് ചിച്ചിക്ക് പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒന്നല്ല കേട്ടോ, വല്ലപ്പോഴൊക്കെയാണ് കയ്യിൽ കിട്ടുമ്പോൾ കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ നേരെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടൽ വ്യൂ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഈ പറയുന്ന പോലെ വൈബ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം എന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് പൊതുവെ കടലിനോട് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വൈബൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയായിരുന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ പറയുന്ന കടലിലേക്കാണ്. നമ്മൾ ചിച്ചിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചിച്ചിയുടെ കാലൊക്കെ ഒന്ന് മുക്കി ജസ്റ്റ് ഒന്ന് എടുത്തപ്പോഴേക്കും ചിച്ചി ഭയങ്കര കരച്ചിലായിരുന്നു. അവന് തണുത്ത വെള്ളം മുട്ടും പറ്റാത്തൊരു ആളാട്ടോ. അവൻ ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലിച്ചിട്ട് കാല് വരെ തണുത്ത വെള്ളത്തിൽ മുക്കുമ്പോഴേക്കും അവൻ അലറി അങ്ങോട്ട് കരയുന്നത്, അത് വേറെ കാര്യം. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിക്കിന് ഭയങ്കര മസ്റ്റായിട്ട്. അത് ആ ബാക്കിൽ കാണുന്നത് തലയുടെ മമ്മിയാണ് ആ പോകുന്നത് ബിക്കിനെ ഇട്ടിട്ട്. എനിക്ക് ഭയങ്കര നാണക്കേടാണ്. പിന്നെ അതുമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സമ്മതിക്കൊന്നുമില്ല. ഞാൻ എവിടെ പോയാലും ബിക്കിനെ കിട്ടണമെന്ന് വെച്ചാൽ എൻ്റെ അമ്മച്ചിക്ക് ചിന്തിക്കാൻ ഒരു പറ്റാത്ത കേസാണ്. ഞാനങ്ങനെ ബിക്കിനി ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് കയറി വന്ന ആളെന്നെ മടലിനടിക്കും, അത് വേറെ കാര്യം. എപ്പോഴും എന്നോട് പറഞ്ഞു തന്നെ കാര്യമാണ്, നമ്മൾ മലയാളികളാണ്, നമ്മുടെ വില കളയരുതെന്നൊക്കെ. എന്നാലും ഞാൻ സ്ലീവ്ലെസ്സൊക്കെ ഇടും, അത് വേറെ കാര്യം. അപ്പം ഞാൻ അവരുടെ പോലെ കോസ്റ്റ്യൂമൊന്നും ഇടാനൊന്നും എന്നെക്കൊണ്ടുള്ള അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയായിരുന്നു ഇട്ടാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൗതുകത്തോടു കൂടി എന്നെ നോക്കേണ്ടായിരുന്നു. ആണായിട്ട് വളർന്നു എനിക്ക്. കടലിൽ വന്നിട്ട് ഇവിടെ എന്ത് കുപ്പായും ഇട്ടേക്കണേ എന്നുള്ള രീതിയിലായിരുന്നു അവരെന്നെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ സാരിയിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഈ ചെവി കൂടെ അല്ല ഈ കണ്ണിൽ കൂടെ കണ്ടിട്ട് ഇപ്പുറത്തെ കണ്ണിൽ കൂടെ അടച്ചം കളഞ്ഞു. അങ്ങനെ ഒരു 11 മണി ആവുന്ന വരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 11 മണി കഴിഞ്ഞപ്പോൾ അലസി പറഞ്ഞു വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. കാരണം ഭയങ്കര എന്താ പറയുക സൂര്യനല്ലേ, അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരുന്നതാണ്. വീട്ടിൽ ഇതൊക്കെ ഞാൻ അവൻ്റെ ഡ്രസ്സ് അലക്കിയിട്ടേക്കുന്നതാണ്. അതേ അവിടെ കണ്ട ചെയിനില്ലേ, അത് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴും കയറുമ്പോഴൊക്കെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിരിക്കും. പിന്നെ ഉച്ചയായപ്പോഴേക്കും നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അവിടെ എല്ലാവരും ഇതുപോലെ ബിക്കിനി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് ഓരോരുത്തർ വന്നിരിക്കുന്നത്. കാരണം അവർ പോയി മാറുമൊന്നുമില്ല. പക്ഷേ ഡിന്നർ സമയത്ത് അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തലേ ദിവസം എഴുതി കൊടുത്തത്. തലേ ദിവസം നമുക്കൊരു
കാർഡ് തരും അവർ. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഫുഡ് നമ്മുടെ ടേബിളിൽ എത്തിയിരിക്കും. പല റൈസ് ആണ് ഓർഡർ ചെയ്തത്. അത് എന്താ പറയുക, സീ ഫുഡ് കൊണ്ടുള്ള ഒരു റൈസ്, അങ്ങനെ പിന്നെ പൊട്ടറ്റോ, അങ്ങനെ ഇഷ്ടമാതിരി സംഭവങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഫിഷൊക്കെ അല്ല ഓർഡർ ചെയ്തായിരുന്നു. എനിക്ക് ഫിഷൊന്നും ഇഷ്ടമല്ല. ഇത് ക്യാപ്സിക്കം, ഇത് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം പാസ്ത ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ്സ്, ഇതായിരുന്നു സ്വീറ്റ്സിൽ വരുന്ന സംഭവം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ഇവരുടെ ഫുഡ് പൊളി എന്ന് പറഞ്ഞ പോലെ അടിപൊളി ഫുഡായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ചിച്ചി ഇതേ ഉറങ്ങി. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവൻ ഉറങ്ങിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് അങ്ങോട്ട് ഇരിക്കും അവിടെ തന്നെ. അത് കഴിഞ്ഞിട്ടും പിന്നെ ഞാനാണ് എപ്പോഴും ഫസ്റ്റ് ചാടി അവിടെ നിന്ന് ഇറങ്ങുന്ന ആളിട്ട്. അവർ സംസാരിച്ചിരിക്കും, അവർ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് പോരും. ഇതാണ് റൂം. ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ റൂമാട്ടോ. 2 ബെഡ്റൂമായിട്ടാണ് ഉള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമിൽ ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം കൂടി നിരക്കി. ബാഗ് ഉണ്ടായിരുന്നില്ലേ, 2 ബാഗ്, അത് ഇതൊക്കെ കൊച്ചുള്ളത് കൊണ്ട് കൊച്ചിന് കിടക്കാൻ വേണ്ടി അവർ സെപ്പറേറ്റ് തന്ന സംഭവമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ കിടക്കുന്ന റൂം, ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു കിടന്നത്. കൊച്ചൊക്കെ നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു. കാരണം അവന് ഈ യൂറോപ്യൻ സ്റ്റൈലിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടത്തേക്കുന്നത്. അങ്ങനെ ഇതാണ് ബാത്റൂം. പിന്നെ ബാത്റൂം ചെറിയൊരു ബാത്റൂം, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 4 മണിയോടുകൂടി വീണ്ടും നമ്മൾ ഇറങ്ങും. ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും 4 മണിക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും അതിക്ക് മുമ്പേ ആളുകൾ വന്നിട്ടുണ്ട് അവിടെ. എനിക്കറിയാമല്ലോ ഈ വെയിലത്തൊക്കെ എങ്ങനെയാണ് ഈ ആൾക്കാർ ഇവിടെ വന്ന് കിടക്കണേന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. ഈശ്വര, പൊരിഞ്ഞ വെയിലാണ്. 4 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് വെയിലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് കയറാൻ പോയ ആളാണ് ഞാൻ. പിന്നെ ഹലസി പറഞ്ഞ് അത് പറ്റില്ല, പോകാമെന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ ഇടയിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അവിടെ ഒരു മിനി മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലം, ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങാനായിട്ട് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഇഷ്ടംമാതിരി മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ വാഴയില്ലേ, വാഴപ്പഴം, അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇറ്റലിയിൽ വാഴപ്പഴം, ഇങ്ങനത്തെ വാഴപ്പഴം കാണുന്നത്, ഉണ്ടായേക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ആന്ത്രേനെ കുളിപ്പിക്കുന്നത്, നമ്മുടെ ചേച്ചീനെ കുളിപ്പിക്കുന്നത് ഈ റൈസ് പൗഡറിലാണ്. അപ്പോൾ ഇതിട്ട് കലക്കിയിട്ട് അവനെ കുളിപ്പിച്ച് ഇങ്ങനെ എടുക്കണം. അങ്ങനെ നമ്മൾ അവനെയും കുളിപ്പിച്ച് റെഡിയാക്കി. അവനും റെഡ്, ഞാനും റെഡ്. അലസിയും എന്തോ ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയമില്ലാത്ത, തമ്മിൽ യാതൊരു പരിചയമില്ലാത്തൊരു ഡ്രസ്സായിരുന്നു അലസി ഇട്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇത് വന്നിട്ട് കടലപ്പാസ്തയാണ്. പിന്നെ അപ്പുറത്ത് വന്നിട്ട് മറ്റേ മത്തങ്ങയുടെ സൂപ്പില്ലേ, ഇതല്ല കേട്ടോ, അപ്പുറത്ത് കണ്ടത് മത്തങ്ങയുടെ സൂപ്പാണ്. പിന്നെ ഇറ്റാലിയനിൽ ഇതൊക്കെ നല്ല അടിപൊളി പേരുണ്ട്. ഞാൻ തനി ലോക്കലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇത് ആരെങ്കിലും ഇറ്റാലിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവേ തന്നെ തെറി പറയരുത്. എനിക്ക് ഇങ്ങനെ പറയാൻ അറിയുള്ളൂ ഗായ്സ്. അങ്ങനെ നമ്മൾ ചിക്കൻ കാലൊക്കെ കഴിച്ച് ലാസ്റ്റ് എന്താ പറയുക, ഞാൻ ചിക്കൻ കാല് കഴിക്കുന്ന സമയത്ത് അലസിയും നമ്മുടെ കൊക്കാഞ്ചാളയായിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പം അതൊക്കെ കഴിച്ച് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മധുരത്തോടു കൂടി വിട പറയുകയാണ്. ഇതായിരുന്നു ഒരു ഡേ ഇൻ ലൈഫ് വെക്കേഷൻ. ബായ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബായ്.